ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അധ്യാപന രംഗത്ത് അഭിമുഖീകരിക്കേണ്ടി വന്ന ആദ്യകാല പരീക്ഷണങ്ങളിൽ ചിലതിനെക്കുറിച്ചാണ്. ബിരുദ പഠനശേഷം അധ്യാപക പരിശീലനം നേടി അതിനുശേഷം ബിരുദാനന്തര ബിരുദത്തിന് ശേഷമാണ് അധ്യാപന രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതുതന്നെ ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തിയ കൊയിലാണ്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് താൽക്കാലിക അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. അതായത് പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ പഠിച്ച സ്കൂളിലാണ് ആദ്യമായി അധ്യാപന ജോലിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവേശിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചോളം വളരെ അഭിമാനാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് കൊയിലാണ്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു വലിയ ചരിത്രമുണ്ട്. അത് VR കൃഷ്ണയ്യർ പഠിച്ച സ്കൂളാണ്, CH മുഹമ്മദ് കോയ പഠിച്ച സ്കൂളാണ്, മെട്രോമാൻ എന്നറിയപ്പെടുന്ന E ശ്രീധരൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ രൂപത്തിൽ വലിയ ചരിത്രമുള്ള സ്കൂളാണ്. ആ സ്കൂളിൻ്റെ സന്തതിയായിട്ടാണ് ഞാനും പുറത്തിറങ്ങുന്നത്. അപ്പം അതിനൊക്കെ ശേഷം പിന്നീട് കൊയിലാണ്ടിയിൽ തന്നെ ഒരു പെൺവിദ്യാലയത്തിൽ കുറച്ചു കാലം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ ഇടവേള തെക്കൻ കേരളത്തിൽ 2 സ്കൂളുകളിൽ, ഒന്ന് അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും 2 തിരുവല്ല നിരണം കടപ്ര കണ്ണശ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പം അടൂർ ബോയ്സ് സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അധ്യാപന ജീവിതത്തിലെ ഒരു പരീക്ഷണം എന്ന രൂപത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത്. ഒരു ദിവസം, ഒരു യൂത്ത് ഫെസ്റ്റിവൽ ദിവസം 1-2 കുട്ടികൾ മദ്യപിച്ച് വന്നു. അധ്യാപകർ അവരെ പിടികൂടുകയും പ്രിൻസിപ്പലിൻ്റെ സമീപത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം വലിയ രീതിയിൽ നമുക്കറിയാം, കുട്ടികളെ ഈ കേസിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്ന് നമുക്ക് അറിയാം. ഇപ്പം വലിയ ആർഗ്യുമെൻറ്റുകൾ നടക്കുകയാണ്. അധ്യാപകർ വളരെ വാശിയോടുകൂടി ഈ കുട്ടിയെ TC കൊടുത്ത് വിടണം, രക്ഷിതാക്കളെ വിളിച്ച് TC കൊടുത്ത് വിടണമെന്ന് വാദിക്കുന്നു. പ്രിൻസിപ്പളും അവരുടെ വാദങ്ങളെ അംഗീകരിച്ച് കൊണ്ട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ താൽക്കാലിക അധ്യാപകനായ ഞാനും വിൻസെൻ്റ് എന്ന് പറയുന്ന അടൂർ സ്വദേശിയായിട്ടുള്ള വിൻസെൻ്റ് എന്ന് പറയുന്നത്, അത് ഇപ്പം KSRTCയിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞങ്ങൾ 2 പേരും പ്രിൻസിപ്പളോട് സംസാരിക്കുന്നു. കാരണം ഈ പയ്യൻ പഠിക്കാൻ വളരെ മിടുക്കനായ പയ്യനാണ്. അപ്പോൾ അവനെ TC കൊടുത്ത് വിടുക എന്നതിലുപരി അവന് തിരുത്താൻ അവസരം കൊടുക്കണം എന്നൊരു വാദം, പ്രത്യേകിച്ച് യങ് ബ്ലഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ മേഖലയിലെ യങ് ബ്ലഡ്സ് എന്ന രൂപത്തിൽ ഞങ്ങൾ ഇടപെടുകയും അങ്ങനെ പ്രിൻസിപ്പളും സ്റ്റാഫും കൂടി ഒരു തീരുമാനത്തിൽ എത്തി. എന്നാൽ നിങ്ങൾ 2 പേരും കൂടി ഈ കുട്ടിയെ അവൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കുക. അപ്പോൾ കാരണം അവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. അപ്പം അത് ഒരു പണിയാകാം, നമുക്ക് മേലെ ചാർത്തി തരുന്ന ഈ ഒരു വാദത്തിന് അവരുടെ ഭാഗത്ത് നിന്ന് പരോക്ഷമായിട്ടുള്ളൊരു ആക്ഷേപ രൂപത്തിലെ അല്ലെ അപഹാസ്യ രൂപത്തിലൊക്കെയുള്ള ഒരു പണിഷ്മെൻ്റ് രൂപത്തിലുള്ള ഒരു നീക്കമായിരിക്കാം ചിലപ്പോൾ അത്. എന്തായാലും ഞങ്ങൾക്കത് മനസ്സിലായില്ല. ആ സമയത്ത് അതങ്ങനെയാണോ എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് യങ് ബ്ലഡ്സ് എന്ന അഭിമാനത്തോടുകൂടി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരെന്ന രൂപത്തിൽ ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അങ്ങനെ അടൂരിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഇവൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു
സ്ഥിരതയില്ല. അപ്പോൾ ഇവൻ പറയുന്ന രൂപത്തിൽ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ ഓട്ടോറിക്ഷ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാനും വിൻസെൻറ്റും ഈ കുട്ടിയും. അങ്ങനെ അടൂരിൻ്റെ അപരിചിതം, പ്രത്യേകിച്ച് ഒരു കോഴിക്കോടുകാരൻ എന്ന നിലയ്ക്ക് അടൂരിൻ്റെ ഏതോ ഒരു അപരിചിതമായ ഗ്രാമങ്ങളിലൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഉൾഭയമുണ്ട്. എങ്കിലും ഓട്ടോ ഡ്രൈവർ ഇവൻ പറയുന്ന ദിശയിലേക്കെല്ലാം വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി. ഒടുവിൽ ഒരു വീടിൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുവച്ച് നിർത്തി. അങ്ങനെ ഇവനിങ്ങനെ ആടുന്നുണ്ട്, ബോധമില്ല, ഒരു വല്ലാത്തൊരു കളിയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇവനും ഞാനും വിൻസെൻറ്റും കൂടി ഇറങ്ങി. ഓട്ടോ ഡ്രൈവർ തിരിച്ചു പോയി. അപ്പം ഞങ്ങൾ ഇവനെ കൊണ്ട് വീട്ടിലേക്ക് കയറി. ബെല്ലടിച്ച്, പുറത്താരും ഉണ്ടായിരുന്നില്ല. പോളിംഗ് ബെല്ല അമർത്തി. അപ്പോൾ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഊഹിച്ചറിയാം അത് ഈ പയ്യൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്, ഈ കുട്ടി യുവജനോത്സവത്തിൽ മദ്യപിച്ചാണ് വന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് ആ സ്ത്രീയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ആ സ്ത്രീയുടെ കണ്ണുകൾ ഇങ്ങനെ പുറകിലോട്ട് മറയുന്നത് പോലെ തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ആ സ്ത്രീക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചാടിക്കയറി, വരാന്തയിലേക്ക് ചാടിക്കയറി ആ സ്ത്രീയെ പുറകിൽ കൈകൾ വെച്ച് ആ സ്ത്രീ പുറകോട്ട് മറിഞ്ഞു വീണു. അപ്പോൾ എൻ്റെ കൈകളിൽ താങ്ങി ഞങ്ങൾ രണ്ടുപേരും എടുത്ത് ആ സ്ത്രീയെ അകത്ത് അവർക്ക് കിടക്കാനുള്ള സജ്ജീകരിച്ചുള്ള അവിടെ കൊണ്ടുവച്ച് കിടത്തി. ഈ പയ്യനാണെങ്കിൽ ഒരു ലക്കും ലഗാനുമില്ല, ഒരു ബോധമില്ല, തല ഇങ്ങനെ കുനിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കര വിപകാരികളാണല്ലോ, വലിയ പുതിയ വിദ്യാഭ്യാസ സൈദ്ധാന്തികതയിലും മനഃശാസ്ത്രത്തിൻ്റെ സംഭവത്തിലൊക്കെ ഊർജം ശേഖരിച്ചുകൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന അധ്യാപകരാണല്ലോ. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത്. അവരുടെ ആ ബോധമില്ലായ്മയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ 10, 22, 23 വയസ്സേ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പുറത്തേക്ക് ഓടി അയൽവാസി വിളിച്ചുകൊണ്ട് വന്നു. അയൽവാസി ഓടി വന്ന് അയാൾ ഇവിടുന്ന് പാത്രത്തിൽ വെള്ളമെടുത്തു, ആ സ്ത്രീയുടെ മുഖത്ത് തളിച്ചു. അങ്ങനെ ആ സ്ത്രീ അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റു. നമ്മൾ സാധാരണ ഒരു ശൈലിയിൽ പറയില്ലേ, പാതി ജീവൻ നഷ്ടപ്പെടാൻ. സാധാരണ ഞാനും വിൻസെൻറ്റും ഞങ്ങളുടെ പാതി ജീവൻ ആ സമയത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാരണം ഇത്തരമൊരു സാഹചര്യം പല ആഖ്യാനങ്ങൾക്ക് നൽകുക. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പല ആഖ്യാനങ്ങൾക്ക്, ഒരു സ്ത്രീ, ഒറ്റയ്ക്കുള്ള സ്ത്രീ, വേറെ ആരും വീട്ടിലില്ല, 2 അധ്യാപകർ, പയ്യൻ മദ്യപിച്ച് വന്നിരിക്കുന്നു, ഇങ്ങനെയുള്ള സാഹചര്യം പല ആഖ്യാനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പം അന്ന് പേടിച്ച പേടി, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ ഏറ്റെടുത്ത ആ റിസ്കിനെ കുറിച്ച് ഞങ്ങളെപ്പോഴും ആ സംഭവത്തിന് പിന്നിട്ട ശേഷം ഞങ്ങളെപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ ഇത്തരം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെ അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത്, മാനസികമായിട്ട് അവരോട് ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു വലിയ പാഠം അന്ന് പഠിച്ചതാണ്. പിന്നീട് എത്രയോ കാലം അധ്യാപനം ചെയ്തും തുടരുന്ന സമയത്തും ഇത്തരം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നേടിയ അറിവുകൾ പിന്നീട് ഒരുപാട് തവണ ഗുണം ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ കൊയിലാണ്ടി ഒരു പെൺകുട്ടികളുടെ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ എങ്ങനെ പേര് ചോദിക്കുന്നു. കുട്ടികളെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുമ്പോൾ സ്വാഭാവിക അധ്യാപകർ ആദ്യം ചോദിക്കുക പേരും, വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛൻ്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണെന്നാണ് സ്വാഭാവികമായിട്ട് ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിച്ചു വരികയാണ് ഓരോ കുട്ടിയോടും പേരെന്താണ്. ചെറിയ ക്ലാസ്സാണ്, 8 അതിൽ താഴെ വരുന്ന ക്ലാസ് എന്താണ്. താൽക്കാലികമായിട്ട് ആ അധ്യാപനം ഇല്ലാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് അലോട്ട് ചെയ്താണ് ആ ക്ലാസ്സിലേക്ക് പീരീഡ്. ഇങ്ങനെ പേര് ചോദിച്ചു വരികയാണ്. അപ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു, ഭയങ്കര പൊട്ടി കരയുന്നു. ഇപ്പം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അങ്ങനെ ഒടുവിലാണ് ആ കുട്ടി പറഞ്ഞത്,
എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? കുട്ടിയുടെ പേര്, അച്ഛൻ്റെ അമ്മയുടെ പേരുകൾ, എവിടെയാണ് നാട്? അപ്പോൾ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെ അതെങ്ങനെ, അച്ഛൻ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയെ എങ്ങനെ അത് ബാധിക്കും? അത്തരം ചോദ്യങ്ങൾ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ആ സമയത്താണ് ബോധ്യപ്പെട്ടത്. ശരിക്കും നമ്മൾ വല്ലാണ്ട് ചുരുങ്ങിപ്പോകുന്ന സമയമാണ് അതൊക്കെ. ഇത്തരം അനുഭവങ്ങൾക്ക് വേണ്ടിയായിരിക്കും അത്തരം സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. എന്തായാലും അധ്യാപന ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർക്കണമെന്ന് തോന്നിയ 1-2 അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഓക്കെ, ഗുഡ് ബൈ.